അസ്സലാമു അലൈക്കും. ചിക്കൻ ഹനീത്ത് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിൽ ഒരു 5-6 ഏലക്കായ എടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ മസാലയാണ് നമ്മൾ ചിക്കനിൽ പുരട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. കഴുകി വെച്ച ചിക്കനിൽ നമ്മൾ ഈ പൊടിച്ച് വെച്ച മസാല ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ചിക്കൻ സ്റ്റോക്കും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം, 2 കപ്പ് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ചിക്കൻ നമ്മൾ മാറ്റി വെക്കണം. ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ആ വെള്ളമാണ് നമ്മൾ റൈസിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ റൈസിന് ആവശ്യമുള്ള 2 വെല്ലുള്ളി അരിഞ്ഞത്, 2 അത്യാവശ്യം വലുപ്പമുള്ള 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതൊന്ന് പേസ്റ്റാക്കി എടുക്കണം മിക്സിയിൽ. നമ്മൾ കുക്കറിലാണ് ചോറ് വെക്കുന്നത്. കുക്കറിൽ നമ്മൾ ആവശ്യമുള്ള സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ച വലിയ ഉള്ളി ചേർക്കുന്നുണ്ട്. വലിയ ഉള്ളി ഒന്ന് നന്നായി വഴറ്റി കൊടുക്കണം. അത്യാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. വെല്ലുള്ളി ഒന്ന് വഴറ്റി വരുന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തക്കാളിൻ്റെ പേസ്റ്റ് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ആ വെള്ളം ഒന്ന് വരിഞ്ഞ് കിട്ടുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് വെറുതെ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി തക്കാളി നല്ല വെള്ളമൊക്കെ പൊടിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ വേവിച്ച ആ വെള്ള മസാലയോടെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ അതിന് ആവശ്യമുള്ള വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കിലോ അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് ഇതിൽ ചേർക്കുന്നത്. നമ്മൾ ഒറ്റ വിസിലാക്കിയാൽ മതി. ഒറ്റ വിസിലിൽ ചോറ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഹനീത്ത് റെഡി ആയിട്ടോ. അടിപൊളി ചിക്കൻ ഹനീത്താണ്. കുഴിമന്തി ഉണ്ടാക്കി മടുത്തവർക്കൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിന് നമ്മൾ കൂട്ടായിട്ട് സലാഡ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ മയോണൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മയോണൈസ് കുട്ടികൾക്ക് മതിയായിട്ട് മയോണൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് കൂട്ടായിട്ട് നമ്മൾ മയോണൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 3 മുട്ട എടുത്തിട്ടുണ്ട്. മഞ്ഞക്കരൊന്നും മാറ്റണില്ല. പിന്നെ 3 മുട്ടയിൽ നമ്മൾ ഒരു 2-3 പല്ല് വെളുത്തുള്ളി ഇടുന്നുണ്ട്, കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സിയിൽ കറക്കിയെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ നമുക്ക് മയോണൈസ് റെഡിയായി. അതിൽ ഓയിൽ ഒഴിക്കണം കേട്ടോ, പറയാൻ വിട്ടുപോയി. ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മയോണൈസ് റെഡിയായി, ചിക്കൻ ഹനീത്ത് റെഡിയായി. ഓക്കെ, വീണ്ടും കാണാം.